അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് ഒടുവിൽ ആശ്വാസ തീരത്തെത്താൻ കഴിഞ്ഞിരിക്കുന്നു. കോസ്റ്റ് ഗാർഡ് ഷിപ്പായ അർണവേഷിലാണ് 21 ജീവനക്കാരെയും കരക്കെത്തിച്ചത്. സുരക്ഷിതരായി എത്തിയതിന്റെ വലിയ ആശ്വാസം തീർച്ചയായും ജീവനക്കാരിലുണ്ട്. പക്ഷേ വലിയ അപകടകരമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. കാര്യം കപ്പലിലാകെ 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 40 എണ്ണം കടലിൽ വീണു. 13 കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ അവരെ തിരിച്ചെത്തിക്കുമ്പോൾ ഉള്ള ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. For the Indian Coast Guard to save us, take care about us since yesterday, and the monitoring, good communication, and we are survivors in time, and it's good job. It's just technical problem with some systems of vessel. Not collision. No. This is just inside problems the vessel. Also weather incoming was bad. Night time before was weather very bad, and this whole situation. I could not say exactly what kind of problem exactly, because it will be investigation and company will inform me. The situation that we faced at that point of time, the challenges that we faced were that we had adverse conditions. We had wind speeds gusting up to 40 knots. We had debris in the water. We had containers in the water, which made approaching the ship, and particularly at night time, very difficult. In the evening, 21 crew were rescued by ICGS Arnvesh. This morning, the remaining 3 crew, that is the captain, the first engineer, and the second engineer, were rescued. All 3 were administered first aid. They're all safe now. At this point, I'd like to only state that we were prepared for every contingency, and we are in the business of saving lives, and we have delivered and achieved that today. ആദ്യം നമ്മൾ കണ്ടത് റഷ്യക്കാരനായ കപ്പൽ ഈ കാർഗോ ഷിപ്പിന്റെ ക്യാപ്റ്റനെയാണ്. അദ്ദേഹം കോസ്റ്റ് ഗാർഡിന് നന്ദി പറയുന്നു. വേണ്ട വിധത്തിലുള്ള കൃത്യമായ ഇടപെടലുകൾ നടന്നു എന്ന് പറയുന്നു. പക്ഷേ അപകടത്തിന്റെ കാരണം അത് കൃത്യമായ അന്വേഷണം നടന്നാൽ മാത്രമേ വ്യക്തമാകൂ എന്നുകൂടി റഷ്യക്കാരനായ ക്യാപ്റ്റൻ പറഞ്ഞു. പിന്നീട് നമ്മൾ കേട്ടത് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണമാണ്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ നമ്മൾ സന്നദ്ധരായിരുന്നു. വളരെ പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്താണ് ഇങ്ങനെയൊരു രക്ഷാദൗത്യം കോസ്റ്റ് ഗാർഡ് പൂർത്തിയാക്കിയത് എന്നാണ് അദ്ദേഹത്തിന്റെയും പ്രതികരണം. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, എന്തായാലും ഒരു മനുഷ്യജീവൻ പോലും പൊലിയാതെ ആ ഒരു രക്ഷാദൗത്യം പൂർത്തീകരിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നമ്മളിലുണ്ടാകുന്ന ആശങ്ക മറ്റൊന്ന് ഈ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളെ കുറിച്ചുള്ളതാണ്. അത് കടലിൽ പരക്കുന്നു. അത് എങ്ങനെയൊക്കെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്നതൊക്കെ വലിയ വിഷയമായി നിൽക്കുകയാണ്. ആദ്യം എപ്പോഴാണ് ഇവരെ തിരിച്ചിങ്ങോട്ടേക്ക് കൊച്ചി തീരത്തേക്ക് എത്തിച്ചത്? അവർക്കുള്ള മറ്റു ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അവരെ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ദിവിഷ്, അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് 24 നാവികരെയും രക്ഷപ്പെടുത്താനായി. അതിൽ 21 പേരെയാണ് തീരസംരക്ഷണ സേനയുടെ കൊച്ചിയിലെ ആസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. അവരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് തീരസംരക്ഷണ സേനയുടെ അർണിവേഷ് എന്ന രക്ഷാദൗത്യത്തിന് പുറപ്പെട്ട കപ്പലിൽ ഇവരെയും കൊണ്ട് തീരസംരക്ഷണ സേനയുടെ ആസ്ഥാനത്ത് എത്തിയത്. കപ്പലിന്റെ ക്യാപ്റ്റനും ഫസ്റ്റ് സെക്കൻഡ് എഞ്ചിനീയർമാരെയും നാവികസേനയാണ് അവരുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അവർ നാവികസേന ആസ്ഥാനത്താണ് ഉള്ളത്. ഈ തീരസംരക്ഷണ സേന ആസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്ന 21 നാവികർക്കും വൈകാതെ അവരുടെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി വൈദ്യസഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വൈദ്യസഹായം നൽകും. അതിനുശേഷം അവരെ ഹോട്ടലുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. മറ്റു കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. അതേസമയം ഇന്ന് രാവിലെയാണ് കപ്പൽ പൂർണ്ണമായി മുങ്ങി എന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമുണ്ടായത്. അതേസമയം കപ്പലിൽ ഉണ്ടായിരുന്ന എണ്ണ അതല്ലെങ്കിൽ മറ്റ് രാസവസ്തുക്കൾ വെള്ളത്തിൽ കലർന്നിട്ടില്ല എന്നാണ് തീരസംരക്ഷണ സേന ഔദ്യോഗികമായി അറിയിക്കുന്നത്. എന്നാൽ കപ്പൽ അപകടമുണ്ടായ സ്ഥലത്തു നിന്നുള്ള ഫോട്ടോകളിലും വീഡിയോകളിലുമെല്ലാം കപ്പലിൽ ഒരു എണ്ണപ്പാട പോലെ കലർന്നിരിക്കുന്നത് കാണാം. ഇത് ഒരു അപകടമുണ്ടായ സമയത്ത്, ഈ അപകടമുണ്ടായതിനു ശേഷം കപ്പൽ ഉയർത്തിയെടുക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇത്തരം ശ്രമങ്ങൾ നടന്നപ്പോൾ ഒഴുക്കിക്കളഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ധനമാണോ അതോ ഈ കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തു വന്ന ഇന്ധനമാണോ, കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തു വന്ന രാസവസ്തുക്കളാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അതേസമയം ആകെ 643 കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 40 കണ്ടെയ്നറുകളാണ് കടലിൽ നഷ്ടമായത്. ഇവയിൽ തന്നെ 13 എണ്ണത്തിൽ അത്യന്തം അപകടകാരിയായ രാസവസ്തുക്കളാണ് ഉള്ളത് എന്നും തീരസംരക്ഷണ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുവരെ ഈ 40 കണ്ടെയ്നറുകളിൽ ഒരെണ്ണം പോലും വീണ്ടെടുക്കാനായിട്ടില്ല. ഇനി 40 കണ്ടെയ്നറുകൾ എന്നല്ല, മറ്റ് കണ്ടെയ്നറുകൾ കൂടി വീണ്ടെടുക്കേണ്ടതുണ്ട്. കാരണം കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. അതേസമയം തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള തീരങ്ങളിലായിരിക്കും പറയുന്ന സ്വാഭാവികമായിട്ട് ഒരു ആശ്വാസമുള്ള കാര്യമാണ്.
പക്ഷേ ഈ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ പരിഗണിച്ച് സാധ്യമാണോ? അതിനുള്ള മറ്റു രീതിക്കുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ വലിയ ഷിപ്പൊക്കെ അതിനു വേണ്ടി വരണമല്ലോ. അങ്ങനെ എന്തെങ്കിലും നടപടികൾ പുരോഗമിക്കുന്നുണ്ടോ? ദിവിഷ്, അത്തരത്തിൽ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുള്ള ഒരു തീവ്ര ശ്രമം തുടങ്ങിയിട്ടില്ല. കാരണം കപ്പൽ കെട്ടിവലിച്ച് കരയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നായിരുന്നു ഉണ്ടായിരുന്ന പ്രതീക്ഷ. എന്നാൽ കുറച്ച് സമയം മുൻപാണ് അത് പൂർണ്ണമായി മുങ്ങിയെന്ന് വിവിധ സേനകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഇനി കപ്പലിൽ ഉണ്ടായിരുന്ന 643 കണ്ടെയ്നറുകളും കരയിലെത്തിക്കേണ്ട സാഹചര്യമാണുള്ളത്. അതേസമയം ഈ നഷ്ടപ്പെട്ടാവിയിൽ അത്യന്തം വിനാശകാരിയായ രാസവസ്തുക്കൾ അടങ്ങിയ 13 കണ്ടെയ്നറുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇവ എവിടെയാണെന്നത് സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല. കാരണം ആദ്യം നഷ്ടപ്പെട്ടത് ഈ കണ്ടെയ്നറുകളാണ്. ഇവ മാത്രമായി തെരഞ്ഞുപിടിക്കുക എന്നൊന്നും പറയുന്നത് അത്ര പ്രായോഗികമായ ഒരു കാര്യമല്ല, അല്ലെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. പൊതുവിൽ മത്സ്യത്തൊഴിലാളികളിൽ നിന്നോ അല്ലെങ്കിൽ തീരസംരക്ഷണത്തിൻ്റെ മറ്റേതെങ്കിലും ഏജൻസികളിൽ നിന്നോ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ കണ്ടുകിട്ടിയെന്നുള്ള വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് വിവിധ ഏജൻസികൾക്കുള്ളത്. നാവികസേനയും തീരസംരക്ഷണ സേനയും ഒക്കെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഈ കണ്ടെയ്നറുകൾ ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ കണ്ടെത്തുന്നതിനുള്ള അവ തീരത്ത് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ നിലവിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വൈദഗ്ധ്യമുള്ള ഏജൻസികളുമായും അവർ ബന്ധപ്പെടുന്നുണ്ട്. അതേസമയം ഈ തൃശ്ശൂർ മുതൽ ആലപ്പുഴയുടെ തീരങ്ങൾ വരെ എവിടെയെങ്കിലും കട്ടി കിട്ടിയേക്കാം എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതേസമയം ഇതിൽ കലർന്നിരിക്കുന്ന രാസവസ്തുക്കൾ കടൽ ജീവികൾക്കും മറ്റ് ജലജന്യ ജീവികൾക്കും മനുഷ്യർക്കുമൊക്കെ അത്യന്തം അപകടകാരിയായവയാണ്. പ്രത്യേകിച്ചും മത്സ്യസമ്പത്തിനെയൊക്കെ നശിപ്പിക്കാൻ സാധിക്കുന്നവ, മത്സ്യത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നവ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം നിറഞ്ഞ തീരപ്രദേശങ്ങളാണ് അല്ലെങ്കിൽ കടലോരമാണ് കേരളത്തിൻ്റേത് എന്ന് പറയുന്നത്. മാത്രവുമല്ല ടൂറിസം പരമായും അങ്ങേയറ്റ പ്രാധാന്യമുണ്ട്. അത്തരമൊരു പ്രദേശത്ത് എണ്ണപ്പാട പോലുള്ള അല്ലെങ്കിൽ ഇത്തരം അത്യന്തം വിനാശകാരിയായ രാസവസ്തുക്കൾ വെള്ളത്തിൽ കലർന്നാലത്തെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കുക, അപകടം ഇല്ലാത്ത രീതിയിൽ അവ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വരും ദിവസങ്ങളിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. പ്രാഥമികമായി ഈ